ശ്രീ കെ ബി ബഷീർ, ഈ പറയുന്ന ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി അത് AP സംസ്ഥയിൽപ്പെട്ടയാളല്ലേ? അദ്ദേഹം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ല. സംസ്ഥയുടെ ഒരു സമ്മേളനത്തിലല്ലേ ഇത് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല. അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല. ഏതെങ്കിലും സ്വകാര്യ ശരിയാണോ? ബഷീർ എന്തായാലും അവരുടെ AP സംസ്ഥയുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹി അല്ല ഈ ഉസ്താദ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ പരിപാടിയുമല്ല എന്ന്. ആരിഫ്, അതിലെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി അത് നമ്മൾ എടുക്കില്ല. ഉസ്താദിനെ തള്ളിയതുകൊണ്ട് കാര്യമില്ല, സംസ്ഥ എന്നല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. എനിക്ക് ഇത്രേ അറിയേണ്ടുള്ളൂ, ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ കുറവുണ്ട്, ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ നോളജ് ഉണ്ടോ, ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും ഇസ്ലാമിലെ നോളജ് വെച്ചുകൊണ്ട് തന്നെയാണോ, അതോ അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും കുറവുണ്ടോ ഇല്ല, ഇത് പറഞ്ഞാൽ മതി. ഇത് ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടായി ചിത്രീകരിക്കാനാണ് നിങ്ങൾ ഇതിലൂടെ ഈ ചോദ്യത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ചോദ്യത്തിന്റെ ആവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ നിങ്ങൾ തൃപ്തരാകാതെ വീണ്ടും ചോദിക്കുന്നതിന്റെ താല്പര്യം അതാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാടാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ഇത് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അത്രയധികം ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നിരന്തരം അങ്ങനെ ഒരു പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു സാധൂകരണം ഉണ്ടാകുന്നത്. നല്ലതല്ല, അത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ AP സംസ്ഥക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക് അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സംസ്ഥക്കാരനാണോ അതോ അദ്ദേഹത്തെ തള്ളോ, എങ്ങനെയാണ് അതുകൂടി ഒന്ന് പറഞ്ഞു തരൂ. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട ഒന്നും വേണ്ട. വേണ്ടാതെ എപ്പോൾ പറഞ്ഞാൽ ഡോക്ടർ. അൽഹംദുലില്ലാഹ്. ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളിപ്പറയുമെന്ന് ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ അപ്പൊ ഒരു വീഡിയോ വന്നപ്പോൾ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ് AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുക്കാത്ത പണിക്ക് നിൽക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ നമ്മൾ ചോദിക്കുന്നത്. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ രണ്ടിലും വീഡിയോ തള്ള, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ രണ്ടിലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നു ഉസ്താദ്. ഓക്കെ, ഏതായാലും നിങ്ങൾ നേരത്തെ തന്നെ തൊപ്പിയിട്ടുകൊണ്ട് സമാധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ശരി ബഷീർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.